സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ അമേരിക്ക വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണ്. അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേര് ഇത് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിലും പോകും. അപ്പോൾ എന്താ സംഭവം എന്നറിയണ്ടേ? ആതിര സരസ്വതിനോട് ചോദിക്കാം. ആതിര, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ 2018 ശേഷം അമേരിക്ക വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണോ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായിട്ടും 2018 ഏറ്റവും ദൈർഘ്യമേറിയ ഒരു അടച്ചുപൂട്ടലിന് ശേഷം അമേരിക്ക വീണ്ടും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്. അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കണം. അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും കൂടി ചേർന്നതാണ്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ 53 അംഗങ്ങളാണുള്ളത്. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് സെനറ്റിലെ ഏറ്റവും വലിയ പാർട്ടി, അധികാരത്തിലിരിക്കുന്ന പാർട്ടി, ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഡെമോക്രാറ്റുകൾ ഈ ബില്ലിനെ പാസ്സാക്കാൻ സമ്മതിച്ചില്ല. കാരണം അവർക്ക് അവരുടെ ആവശ്യം ഈ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. അത് നേരത്തെ ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചിരുന്നു. അതായത് അമേരിക്കയിലെ ഈ ഇൻഷുറൻസുകൾ ഗവൺമെന്റ് മാത്രമല്ല നടപ്പിലാക്കുന്നത്, സ്വകാര്യവൽക്കരണം കൂടി ഇത്തരം ഇൻഷുറൻസുകളുടെ ഭാഗമായിട്ടുണ്ട്. ഇതിനെ ഈ ഡെമോക്രാറ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ ചൊല്ലി ഉണ്ടായ ഒരു പ്രശ്നത്തിന് പുറത്താണ് ഈ ബില്ല് പാസ്സാക്കാതെ പോയിരിക്കുന്നത്. എന്തായാലും ഈ ബില്ല് പാസ്സാക്കാതെ വരുന്നതോടെ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അമേരിക്ക ഒരു സ്തംഭന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. 5 ലക്ഷത്തോളം പേരെ ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി, അമേരിക്കൻ സമയം അർദ്ധരാത്രിയോടുകൂടി ഈ ബില്ല് പാസ്സാക്കും. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഏകദേശം 9 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 2-2.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബില്ല് നിയമത്തിൽ വരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വലിയ ഒരു കടുത്ത പ്രതിസന്ധിയാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നേരത്തെ 2018 സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 ഇത്തരത്തിലൊരു പ്രതിസന്ധി അമേരിക്ക നേരിട്ടത്. അന്ന് 35 ദിവസമായിരുന്നു ഇത്തരത്തിലൊരു അടച്ചുപൂട്ടൽ ഉണ്ടായത്. എന്തായാലും ട്രംപ് പറയുന്നത് ഇത്തരത്തിൽ അവധിയിൽ പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉയർത്തുന്നു എന്നുള്ളതാണ് സേതു. ഓക്കെ ആതിര, ശരി. അപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക്, വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് നമ്മുടെ അമേരിക്ക പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ ഒരു വ്യക്തത വരും. എങ്ങനെയാണ് ഇത്, എത്ര കാലം നീണ്ടു നിൽക്കുമെന്നും ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ആതിര സരസ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.